അന്ന് നമുക്ക് ആകെ രക്ഷാ കവചമായി നമ്മെ ഒന്ന് പരിഗണിക്കാൻ, നമ്മെ ഒന്ന് ശ്രദ്ധിക്കാൻ, നമുക്ക് വേണ്ടിയിട്ടൊന്ന് പറയാൻ അന്ന് നമുക്ക് ആകെയുള്ളത് മുത്തുനബിയാണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്രിസ്തു വർഷം 632 ജൂൺ മാസം 8-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വഫാത്തായി കിടക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ സമീപത്തില്ല. എത്രയോ ദിവസമായി ഹബീബായ തങ്ങളോടൊപ്പമാ. ഹബീബായ തങ്ങൾക്ക് 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട പല സ്ത്രീകളുമുണ്ട്. അവർക്കൊക്കെ തങ്ങളോട് പലതും പറയാനുണ്ടാകും, പലതും അറിയാനുണ്ടാകും. അതിനൊരവസരമെന്നോണം സിദ്ദീഖുൽ അക്ബർ ഒന്ന് മാറിക്കൊടുത്തതാ. തന്റെ സനഹിലുള്ള ഭാര്യയാകുന്ന അസ്മാ ബിൻത് ഉമൈസിന്റെ വീട്ടിൽ പോയതാ. ആ സമയത്ത് തങ്ങൾ വഫാത്തായതാ. വഫാത്തായ വിവരം കേട്ട് തിരിച്ചു വന്നതാ. തിരിച്ചു വന്നപ്പോൾ സഹീഹുൽ ബുഖാരിയിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുത്തുനബി കിടക്കുന്ന റൂമിലേക്ക് അങ്ങ് കടന്നപ്പോ ഫഹുവ മുസജ്ജൻ ഫീ കഫനിഹി, അവിടുന്ന് കഫൻ തുണിയിൽ പൊതിയപ്പെട്ട് കിടക്കുകയാ. ഹബീബിന്റെ മുഖത്തുനിന്ന് തുണി നീക്കി സിദ്ദീഖുൽ അക്ബർ അങ്ങ് ചുംബിച്ചതാ. തിബ്ത ഹയ്യം വ മയ്യിത്താ, തങ്ങൾക്ക് എന്തൊരു സുഗന്ധമാ, ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തൊരു സുഗന്ധമാ, വഫാത്തായി കിടക്കുമ്പോഴും തങ്ങൾക്ക് എന്തൊരു പരിമളമാ. ഫയലൈതനി മിൻകു അലൈതനി മിത്തു മിമ്മ ഖബലി മഹിലകി സാഹിബി വഉരീതു ഫീ ജദലിൻ അലയ്യ സുഹൂറു. ഹബീബായ മുത്തുനബിന്റെ സമീപത്തിരുന്ന് കണ്ണുനീർ പൊഴിച്ച് സിദ്ദീഖുൽ അക്ബർ പാടുന്നു, ഫയലൈതനി മിൻ ഖബലി മഹിലകി സാഹിബി ഉരീതു ഫീ ജദലിൻ അലയ്യ സുഹൂറു. എന്റെ പ്രിയപ്പെട്ട മുത്തുനബി വഫാത്താകുന്നതിന്റെ മുൻപ് പാവപ്പെട്ട സിദ്ദീഖ് പാറക്കല്ലുകൾക്കിടയിൽ ഖബറിലായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ സിദ്ദീഖ് മരിച്ചില്ലല്ലോ. ഹബീബിന്റെ മുൻപ് ഈ സിദ്ദീഖ് മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഹബീബായ തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ ലോകത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൗഹീദിന്റെ പ്രൊജക്ട്, ഒന്നാമത്തെ പ്രൊജക്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പറയുകയാ, യാ റസൂൽ ഉദ്കുർനാ ഇൻദ റബ്ബിക യാ റസൂലല്ലാഹ്. തങ്ങൾ അല്ലാഹുവിന്റെ സമീപത്തെത്തുമ്പോൾ, ഹബീബേ തങ്ങൾ അല്ലാഹുവിന്റെ മുൻപിലെത്തുമ്പോൾ ഞങ്ങളെ പറ്റിയിട്ടൊന്ന് പറയണേ, ഞങ്ങൾക്കൊന്ന് റെക്കമെൻഡ് ചെയ്യണേ. വൽനകും ബിബാലിക യാ റസൂലല്ലാഹ് ഫിദാക ബി വ ഉമ്മി യാ റസൂലല്ലാഹ്. തങ്ങൾക്ക് പകരം പാവപ്പെട്ട സിദ്ദീഖിന്റെ ഉപ്പയുടെ തല വെച്ച് കൊടുത്താൽ മതിയായിരുന്നുവെങ്കിൽ, ഉമ്മയുടെ തല വെച്ച് കൊടുത്താൽ മതിയായിരുന്നുവെങ്കിൽ, ഈ പാവപ്പെട്ട സിദ്ദീഖ് തന്നെ തല വെച്ച് കൊടുത്ത് മരണത്തിൽ നിന്ന് തങ്ങളെ മാറ്റി നിർത്തി ആ സ്ഥാനത്ത് സിദ്ദീഖ് ആയിരുന്നെങ്കിൽ, അല്ലാ എന്നും എപ്പോഴും തങ്ങളെ മനസ്സിൽ പാവപ്പെട്ട ഞങ്ങൾ ഉണ്ടാവണേ. ഹബീബ് മാത്രമാ നമ്മെ പറ്റി പറയാൻ, നമ്മെ രക്ഷപ്പെടുത്താൻ, നന്മതിന്മകൾ തൂക്കുന്ന തുലാസിലേക്ക് ഓരോരുത്തരും വേദനിച്ച് നോക്കുമ്പോൾ, പെടപെടഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമീപത്ത് നിൽക്കുന്നു.
മുത്തുനബി പറയുന്നു, ഒരാളുടെ നന്മ തിന്മ തൂക്കുമ്പോൾ ഒരു മിനിങ് നന്മയുടെ കുറവുണ്ട്. അപ്പോഴേക്ക് വിളിച്ചു പറഞ്ഞു, ഷഖിയ ഫുലാൻ, പരാജയപ്പെട്ടു. പറഞ്ഞു തീരുമ്പോഴേക്ക് റഖീബ് അതീദ് കൈകൾ വന്ന് പിറകോട്ട് കെട്ടിപ്പോയി, മാറ്റി നിർത്തിപ്പോയി. ആ സമയത്ത് മഹാനായ ആദം നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് മുത്തുനബിയോട്, യാ റസൂലല്ലാഹ്, അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു കുറഞ്ഞ അമലിന്റെ കുറവേ ഉള്ളൂ. രണ്ടാമതൊന്നുകൂടി ഒന്ന് റിപ്പോർട്ടിംഗ് ചെയ്യാൻ, രണ്ടാമതൊന്നുകൂടി തൂക്കാൻ മലക്കുകൾ വിടുന്നില്ല, അനുവദിക്കുന്നില്ല. ഹബീബായ തങ്ങളിങ്ങ് വന്ന് ആ നന്മതിന്മകൾ തൂക്കുന്ന തുലാസിന്റെ അരികിൽ നിന്ന് അവിടുത്തെ മടിത്തട്ടിൽ നിന്നൊരു ബിത്താക്കയെടുത്ത് നന്മയുടെ തട്ടിൽ വെക്കുന്നു. അതങ്ങ് താന്ന് പോകുന്നു, വിജയിക്കുന്നു. സഈദ ഫുലാൻ വിജയിച്ചു എന്ന് വിളിച്ചു പറയുന്നു. പറയുമ്പോഴേക്ക് ഹബീബിനെ കെട്ടിപ്പിടിക്കുന്നു. ഇതെന്താണ് നബിയേ? ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, ചെറുപ്പക്കാർ എന്റെ വഅദ് കേട്ടി പിരിഞ്ഞു പോകുമ്പോ മാർക്ക് വേണ്ട, സർട്ടിഫിക്കറ്റ് വേണ്ട, നിങ്ങളെ കമാൻഡ് വേണ്ട. ആ രൂപത്തിൽ എന്താണെന്ന് ചോദിക്കുമ്പോ തങ്ങള്, ഇത് നിങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളാ. കടം വീടാൻ, രോഗം സുഖപ്പെടാൻ, പരീക്ഷയിൽ വിജയിക്കാൻ 100 ആവശ്യങ്ങൾ പറയുമ്പോ പല സ്വലാത്തുകളും നിങ്ങൾ ചൊല്ലിയതാണ്. ദുനിയാവിൽ നിങ്ങൾ ആവശ്യങ്ങളൊന്നും നിറവേറ്റപ്പെട്ടില്ല, അത് സാധിച്ചില്ല. ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റിവെച്ചതാ, ഇന്ന് നിങ്ങൾക്കത് ഉപകരിച്ചതാ. ഓരോ മുഅ്മിനും വന്ന് കൊതിച്ചു പോകും, ദുനിയാവിൽ വെച്ച് ചൊല്ലിയ സ്വലാത്തിന്റെ പ്രതിഫലം അന്ന് കിട്ടാതിരുന്നെങ്കിൽ. അതുകൊണ്ട് സ്വലാത്തിന്റെ മാസമാകുന്ന ശഅബാനാണ്. ഒരു 10,000 സ്വലാത്തെങ്കിലും ഇതിന്റെ മുമ്പ്, ബറാത്തിന്റെ മുമ്പ് ചൊല്ലി തീർക്കുമെന്ന് ഒന്ന് നിശ്ചയിച്ചോ, ശപഥം ചെയ്തോ, ചൊല്ലി തീർത്തോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇതൊരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലിഹി, ഇതൊരു സ്വലാത്താണ്. ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്താണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 സ്വലാത്താണ്. ഇങ്ങനെ പല സ്വലാത്തുകളും ചൊല്ലി ഒരു 10,000 സ്വലാത്തെങ്കിലും ഈ റബറാത്തിരാവാകുമ്പോഴേക്ക് ചൊല്ലി തീർത്തോ, വർദ്ധിപ്പിച്ചോ. ഹബീബ് തിരിഞ്ഞു നോക്കുന്നതാ, പരിഗണിക്കുന്നതാ, രക്ഷ കിട്ടുന്നതാ. അർഹമുർ-റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ, ഹബീബുമായിട്ടടുക്കാൻ, തൗബ ചെയ്യാൻ, പുണ്യപ്പെട്ട ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്താൻ, അതിലൂടെ മരിക്കുന്ന സമയത്ത് നിറഞ്ഞ ഈമാനോടെ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് സന്തോഷത്തിലൊന്ന് കെലിമ ചൊല്ലി അള്ളാഹുവിന്റെ തൃപ്തി കിട്ടി ഒന്ന് മരിക്കാൻ, തങ്ങളെ ഒന്ന് കാണാൻ, ആ മുഖമൊന്ന് ദർശിക്കാൻ, അതിലൂടെ രക്ഷപ്പെടാൻ
ഖബറിൽ ഒരു പ്രകാശം കിട്ടാൻ അള്ളാഹു ഈ ഒരുമിച്ച് കൂടിയതും ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ നിമിത്തമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ, ഈമാനി എത്തിത്തരണേ അല്ലാ, കബൂലാക്ക് അല്ലാ.